നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഒരു കോളർ കുർത്തി വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ കട്ടിങ്ങും അതേപോലെ സ്റ്റിച്ചിങ്ങും ഉണ്ട്. ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള കുർത്തിയുടെ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാളും 1 ഇഞ്ച് ലെങ്ത് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. കോളർ കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാളും 1 ഇഞ്ച് ലെങ്ത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോൾഡർ എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിലുണ്ടാകുന്ന ആ ഒരു വലിവൊന്നും ഉണ്ടാവുകയില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇവിടെ ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ഷോൾഡർ സ്ലോപ്പായിട്ട് 1 ഇഞ്ച് താഴ്ത്തി ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ 3.25 ആണ് നെക്ക് വിഡ്ത്ത്. താഴേക്ക് 3.75 ഒരു മാർക്കിംഗ് കൊടുത്തു. ഇതൊരു സ്ക്വയർ ആക്കി മാറ്റുക. ഇവിടെ ഞാൻ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യുന്നു. നെക്ക് ലെങ്ത് എനിക്കിവിടെ 8 ഇഞ്ചാണ് ആവശ്യം. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ വരെ ഓപ്പണിങ് ആവശ്യമാണ്. അത് ഞാൻ ക്യാൻവാസിലാണ് ഇവിടെ ചെയ്യുന്നത്, നെക്ക് ചെയ്യുന്നത്. നെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയും അതുപോലെ 6 ഇഞ്ച് ലെങ്തും ഉള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. പേപ്പർ ക്യാൻവാസാണിത്. ഇത് നടുവേ 2ആയി മടക്കുക. ഇവിടെ നിന്നും ഈ ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഈ നെക്ക് ലെങ്ത് എത്രയാണോ അത്രയും, അതായത് ഇവിടെ എനിക്ക് 4.25 ആണ് ബാലൻസ് വന്നിരിക്കുന്നത് നെക്കിന്. അത് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കുക. ഈ ഷേപ്പിലാണ് ഞാനിവിടെ നെക്ക് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ആ നെക്ക് കട്ട് ചെയ്തത് ഒരു പീസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സൈഡിൽ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇനിയും കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് നിവർത്തിയിടുക. നല്ല വശമാണ് മുകളിലുള്ളത്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ 2 സെൻറ്ററും കൂടെ ചേർത്ത് വെക്കുക. ഇതിൽ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു പിൻ കുത്തി ഇവിടെ പിൻ കുത്താം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ക്യാൻവാസിൽ പെടാതെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഞാനിവിടെ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനുള്ളിലുള്ള തുണി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൽ പെടാൻ പാടില്ല. ഈ 2 കോർണറിലും ഓരോ കട്ട് കൊടുക്കുക. ഇനി ഇത് ഉള്ളിലേക്ക് മറിച്ചിടുക. ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഹെമ്മിങ് ചെയ്യാം. അതിനുശേഷം ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്യാം. ഇവിടെ നെക്ക് വിട്ട് 3.25 മാർക്ക് ചെയ്തു. താഴേക്ക് 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുക. കോളർ കുർത്തി. ഇനിയും ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും കൂടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡർ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചു. ഇത് 1 ഇഞ്ച് നമ്മൾ ബാക്ക് സൈഡ് 1 ഇഞ്ച് ലെങ്ത് കൂടുതൽ എടുത്തിരിക്കുന്നതുകൊണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് വരും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഷോൾഡറിൽ തന്നെ വന്നിരിക്കും. ഇനിയും ഇവിടെയാണ് കോളർ സ്റ്റിച്ച് ചെയ്യേണ്ടത്.
അതിനുവേണ്ടി ഇത് എത്രയാണ് അളവ് എന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ടേപ്പ് ഈ സൈഡ് മുതൽ ഇങ്ങനെ വെച്ച് നെക്ക് ഒട്ടും വലിക്കാൻ പാടില്ല. കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിട്ടു. താഴെയായിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.25 ആണ്. അത് മാർക്ക് ചെയ്തു. അതുപോലെ എനിക്കിവിടെ കോളർ കിട്ടിയിരിക്കുന്നത് 17.5 ആണ്. അതിൻ്റെ ഹാഫ് 8.75. അതിൽ നിന്നൊരു 1 ഇഞ്ച് കുറച്ച് 7.75 ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അവിടെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ്, അതായത് 3.25 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും കോളറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനിയും കോളർ എത്രയാണ് നമുക്ക് ആവശ്യം? ഇവിടെ 8.75 ആണ്. ടോട്ടൽ 17.5. അതിൻ്റെ ഹാഫ് 8.75 ഈ ലൈനിൽ മാർക്ക് ചെയ്യുക. കറക്റ്റ് ഇവിടെ കിട്ടും. ഇനി ഇവിടെ നിന്നും കോളറിന് എത്രയാണ് നമുക്ക് വീതി ആവശ്യം? ഇവിടെ ഞാൻ 1 ഇഞ്ചിൻ്റെ കോളറാണ് വെക്കുന്നത്. അതുകൊണ്ട് 1 ഇഞ്ച് എല്ലാ സൈഡിലേക്കും മാർക്ക് ചെയ്യുക. മുകളിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ. ഇത് ജോയിൻ ചെയ്യും. ഇവിടെ നമുക്കൊരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ ഒരു പിൻ കുത്തിയ ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോളർ കട്ട് ചെയ്തെടുത്തു. അത് ഞാൻ ഒരു പീസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. തുണിയുടെ ചീത്ത വശത്താണ് ഒട്ടിക്കേണ്ടത്. ഇനിയും ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കട്ട് ചെയ്യുക. ഇനിയും ഈ 1/2 ഇഞ്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയോ ചെയ്യും. ഇവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് ഇതേപോലെ വേറൊരു പീസ് തുണിയിൽ വെച്ച് ഈ സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ മാത്രം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനിയും 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ചിൽ പെടാതെ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനിയും ഇവിടെയെല്ലാം ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ചിടുക. ഇത് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് നെക്കിൽ എത്രയാണ് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള തയ്യൽ തുമ്പ് മാത്രം ഇട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിനടുത്ത് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യമേ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടായി നടുവേ മടക്കി സെൻറ്റർ പാർട്ടിൽ ഒരു കട്ടിടുക. ഉള്ളിലുള്ള തുണിയിൽ, ക്യാൻവാസിലല്ല. അതുപോലെ കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കോളറിൻ്റെ ഉള്ളിലത്തെ തുണി കുർത്തിയുടെ ഉള്ളിലുള്ള പീസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ അറ്റാച്ച് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒരു പിൻ കുത്തുക. അതേപോലെ കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റും കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററുമായിട്ട് ചേർത്ത് ഒരു പിൻ കുത്തുക. എൻഡ് പാർട്ട് ഇവിടെയുമായിട്ട് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോളർ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
ഇവിടെ വരേക്കും തയ്ച്ചെടുക്കുക. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിടുക. കോളർ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ പുറമെ സ്റ്റിച്ച് ചെയ്യുക. കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശവും വളരെ നീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ടൊരു കോളർ സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇനിയും കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയും സ്ലീവ് സാധാരണ കുർത്തിക്ക് വെക്കുന്നത് പോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ സൈഡ് ഫിനിഷ് ചെയ്യുക.